Good morning guys. Welcome back to my channel ഈ മലയാളിപ്പുള്ളി. എല്ലാവരും എന്തെടുക്കുന്നു? ഞാൻ ഇപ്പോൾ എണീറ്റതേ ഉള്ളൂ. സോ ഇന്ന് നമുക്കൊരു ഡേ ഇൻ മൈ ലൈഫ് വ്ലോഗ് എടുക്കാമെന്ന് കരുതി. ആക്ച്വലി നോർമലി എൻ്റെ ഭയങ്കര ബോറാണ്, കാരണം ഞാനിപ്പോൾ ഇവിടെ വെറുതെ ഇരിക്കുകയാണല്ലോ. അപ്പോൾ എണീക്കുക, എന്തെങ്കിലും കുക്ക് ചെയ്യുക, പിന്നെ ജോബ് സെർച്ചിങ് കാര്യങ്ങളൊക്കെ. ഇന്ന് അതല്ല, ഇന്ന് നമ്മൾ ഇച്ചുൻ്റെ ഓഫീസിൽ പോവാണ്. അവിടെ ഇപ്പോൾ ദിവാലി സെലിബ്രേഷൻ എന്തൊക്കെയോ പരിപാടിയൊക്കെ ഉണ്ടെന്ന് കേട്ടു. സോ എന്താ ഒന്നും അറിയില്ല. അപ്പോൾ നിങ്ങളെ കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. സോ അതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് യൂട്യൂബ് ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസ് നമുക്ക് കാണാം. ഇപ്പോൾ ഇവിടെ ഏകദേശം സമയം ഒരു 7:30 ആകുന്നു. പക്ഷെ പുറത്ത് ഇത് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലൊരു 5:36 ആ ഒരു ഫീലാണ്. ഇനി പോയി പല്ലൊക്കെ തേച്ച് റെഡിയായി ഫ്രഷായി വരാം. ഇറങ്ങി ഓഫീസിലേക്ക് പോവാണ്. ഇനിയിപ്പോൾ നല്ല തണുപ്പുണ്ട്, എന്നെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതുകൊണ്ട് ഞങ്ങൾ ആക്ച്വലി ഇന്ന് ബസ്സിന് പോകാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾ നടക്കുകയാണ്. ചു ഒന്ന് സഹകരിക്കും. ഒന്നും ചെയ്യണ്ട. എവിടെയെന്ന് എല്ലാരും തിരക്കില്ലേ? ഞാൻ കട്ട് ചെയ്യാം, അത്ര ആവശ്യമില്ല. ബസ്സിൽ നിന്ന് ഇറങ്ങി ഇനി നമുക്ക് കുറച്ച് നടക്കാനുണ്ട്. ഈ സ്റ്റേഷനിൻ്റെ അകത്തൂടെ കയറി വേണം നമുക്ക് പോവാനായിട്ട്. അങ്ങനെ നമ്മൾ സ്റ്റേഷൻ്റെ പുറത്തിറങ്ങില്ല. ഇതാണ് അല്ല സ്റ്റേഷൻ. നമുക്ക് ഫേമസ് പള്ളിയൊക്കെ ഉണ്ട്. ഓ എലി, ആൾക്കാരൊക്കെ പേടിക്കുന്നു എലി ഇവിടെ കൂടെ ഓടുന്നു. എൻ്റെ അമ്മോ, ഇവിടെ എലിയൊക്കെ ഓടും. എലി ഓടുന്നല്ലേ, എലിയൊക്കെ ഉണ്ടോന്ന്. സാധാരണ ഇവിടൊക്കെ ഭയങ്കര. ഞാൻ ആക്ച്വലി ഇതിന് മുന്നേ ദുബായിലായിരുന്നു. എപ്പോഴും ഞങ്ങൾ തമ്മിൽ ദുബായും നെതർലാൻഡ്സിലെ കാര്യങ്ങൾ പറഞ്ഞിട്ട് അടിയാണ്. ദുബായിൽ എലി ഓടും, പക്ഷെ ഇങ്ങനെ റോഡിൽ നമ്മൾ എലിയെ കണ്ടിട്ടില്ല. ദുബായ്ക്ക് പ്ലീസ് കമൻറ്റ്, നിങ്ങൾ റോഡിൽ എലി ഓടുന്ന കണ്ടിട്ടുണ്ടോ? നമുക്ക് ഓഫീസിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് മൊത്തത്തിൽ കാണാൻ പറ്റും. അത് ഇതിലും അടിപൊളി വ്യൂ ആണ്. ഞാനതിൻ്റെ മുകളിൽ കയറിയിട്ട് നിങ്ങൾ കാണിച്ചു തരാം. സ്ഥലം നേരത്തെ നിങ്ങൾ എൻ്റെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരിക്കും. ആംസ്റ്റർഡാമിൽ സെയിൽ ഇവിടെയാണ് നടക്കുന്നത് അല്ലേ? ചുറ്റിനും അതെ. അപ്പം ഞാൻ എടുത്ത വീഡിയോ ഇവിടുത്തെ ആയിരുന്നു. ഓക്കെ ഗായ്സ്, അങ്ങനെ നമ്മൾ എത്തിയിരിക്കുകയാണ്. സോ booking.com വർക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് കയറുമ്പോൾ കുറേ പ്രൊസീജിയേഴ്സൊക്കെ ഉണ്ട്. കയറി കഴിഞ്ഞിട്ട് അകത്തെ കാഴ്ചകൾ നമുക്ക് കാണാം. ഓക്കെ ഗൈസ്, ഇവിടെ നമുക്ക് അധികം ഫോട്ടോസോ വീഡിയോസോ എടുക്കാൻ പറ്റില്ല. ഇവിടെ വന്നപ്പോഴാണ് നമ്മൾ അറിയുന്നത്. സോ അതുകൊണ്ട് ജനറലായിട്ടുള്ളതായിരിക്കും എടുക്കുന്നത്.
ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴേ അതുണ്ടോ നമുക്ക് വിസിറ്റർ ബാഡ്ജ് കിട്ടും. സോ ഈ ബാഡ്ജ് ഉണ്ടെങ്കിലേ നമുക്ക് അകത്തോട്ട് കയറാൻ പറ്റും. അതേപോലെ തന്നെ നമ്മൾ ഒരു വട്ടം ഇത് സ്വൈപ്പ് ചെയ്ത് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയും ഈ കാർഡ് എടുത്താലേ നമുക്ക് കയറാൻ പറ്റൂ. സോ നോർമലി നമ്മൾ ഓഫീസിൽ വരുന്ന ദിവസം ഇവിടെ നിന്നായിരിക്കും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. സോ ഇന്ന് നമുക്ക് കഴിക്കാൻ ഉള്ളത് ഞാൻ എടുത്തത് പാൻ കേക്കും കുറച്ച് ഫ്രൂട്ട്സും പിന്നെ ഇതുമാണ്. ഇച്ചു എന്താ കഴിക്കുന്നത്? ഒന്നിങ്ങനെ ഒരു സ്ഥലത്ത് ഇരിപ്പായി. ഇച്ചുവിൻ്റെ വർക്ക് ചെയ്യാനായിട്ട് പോയിട്ടുണ്ട്. ഇച്ചു 6th ഫ്ലോറിലാണ്, ഞാനിപ്പോൾ ഇരിക്കുന്നത് 3rd ഫ്ലോറിലാണ്. അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് രണ്ട് സ്ഥലത്തോട്ട് പോയി. ഞാൻ യൂഷ്വലി എന്താ ചെയ്യാറെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഫീസിൽ വന്നു കഴിഞ്ഞാൽ ജോലിക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യും, അല്ലെന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കറങ്ങി നടക്കും. കുറച്ച് ചെടികളൊക്കെ ഉണ്ട് ഇവിടെ, കാണിച്ചു തരാം. ഇത് കണ്ടോ, ബ്യൂട്ടിഫുൾ ആട്ടോ അവർ ഓഫീസ്. സോ ഐ എം ഹാപ്പി ഫോർ മൈ ഹസ്ബൻഡ്. യാ, അപ്പോൾ ഇനി ഓരോന്നോരോന്നായിട്ട് നമുക്ക് കാണാം. അവിടെ കളിച്ചാലോ? ഇവിടെ മറ്റു സാധനം ഇത് ഞാൻ സോ ഇങ്ങനെ ഇവിടെ കുറേ ഗെയിംസ് ഉണ്ട്. ഓക്കെ, ബൈ. നമുക്ക് ഓഫീസിൽ ലഞ്ചിന് കഴിക്കാനായിട്ട് പോർക്ക് ചിക്ക് പീസും ചിക്കൻ, കോളിഫ്ലവർ, പിന്നെ എന്തോ ഒരു സാലഡ്, പിന്നെ ഞാനല്ലാതെ ഒരു സെപ്പറേറ്റ് സാലഡ് എടുത്തു. പിന്നെ ഒരു പൊട്ടറ്റോ സൂപ്പും ഉണ്ടായിരുന്നു. Dan, say hi to my channel. Now you're local celebrity. Hi. In future we may have Taiwanese. Yes, maybe. You can tell. Subscribe if you like. Subscribe if you like this face. ഞങ്ങൾ ലഞ്ചൊക്കെ കഴിഞ്ഞു. ഇച്ചു വീണ്ടും അങ്ങോട്ട് പോയി വർക്ക് ചെയ്യാനായിട്ട്. ഞാനാണെങ്കിൽ ഇവിടെ ഏറ്റവും ടോപ്പ് ഫ്ലോറായ 9th ഫ്ലോറിലോട്ട് വന്നിട്ടുണ്ട്. ഇവിടെ ആക്ച്വലി ഇത് കണ്ടോ, ഒരു സ്പേസ് ആട്ടോ. ഈ ബാക്ക്ഗ്രൗണ്ട് കൊള്ളാം, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇരുന്നത്. പിന്നെ ഇപ്പോൾ എൻ്റെ അടുത്ത് അധികം ആൾക്കാരില്ല. ഇവിടെ നിങ്ങൾക്ക് സൗണ്ടൊക്കെ കേൾക്കാൻ പറ്റും. തൊട്ട് മുകളിൽ തന്നെ നമുക്ക് ടേബിൾ ടെന്നീസ് പിന്നെ കുറച്ച് ഗെയിംസൊക്കെ കളിക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ടാണ് ഈ സൗണ്ട് വരുന്നത്. എൻ്റെ ഓപ്പോസിറ്റിൽ കാണുന്ന വ്യൂ എന്ന് പറയുന്നത് ഇവിടുത്തെ റിവറിൻ്റെ വ്യൂ ആണ്. അത് ഞാൻ ആക്ച്വലി ടെറസിൽ പോയിട്ട് നിങ്ങളെ കാണിക്കാം. കുറച്ചുകൂടെ അടിപൊളി വ്യൂ ആണത്. ഇതാണ് ഇവിടുത്തെ ടെറസ്. ഇപ്പോൾ ആക്ച്വലി നല്ല ക്ലൗഡി ആയിട്ടാണ് ഇരിക്കുന്നത്. എനിക്കറിയില്ല നിങ്ങൾക്ക് എത്രത്തോളം ഇത് കാണാൻ പറ്റുന്നുണ്ടെന്ന്. നമ്മൾ ഈ വ്യൂ കാണാൻ വേണ്ടിയിട്ട് വന്നതാട്ടോ. പക്ഷേ ചെറുതായിട്ട് മഴ പെയ്യാൻ തുടങ്ങി, നല്ല കാറ്റുണ്ട്. ഇതാണ് വ്യൂ, നല്ല വ്യൂ ആണ്. ചില സമയങ്ങളിൽ എനിക്ക് ബോറടിക്കുമ്പോൾ ഞാനിങ്ങനെ ഇവിടെ വരാറുണ്ട്. ഇങ്ങനെ വന്ന് ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു പോസിറ്റിവിറ്റിയാണ്. ഓഫീസിൻ്റെ പുറത്തിറങ്ങിയാൽ പിന്നെ എന്തെങ്കിലും ചൂടോടെ കുടിച്ചാലേ മതിയാകൂ.
കോഫി പിന്നെ പണ്ടേ എനിക്ക് അത്ര താല്പര്യമില്ലാത്തത് കൊണ്ട് ഒരു ഹോട്ട് ചോക്ലേറ്റ് കുടിക്കാമെന്ന് കരുതി. ഇപ്പോൾ ഏകദേശം ഇവിടെ 4 മണിയൊക്കെ ആയിട്ടോ. ഇവിടെ ഈ ഒരു സമയമാകുമ്പോഴത്തേക്കും സ്നാക്ക് പ്ലാറ്ററൊക്കെ വന്നിട്ടുണ്ടാവും. എന്നാൽ പിന്നെ അതുകൂടെ കഴിക്കാമെന്ന് കരുതി ഞാൻ ഇച്ചുവിനെ വിളിച്ചു. പിന്നെ ഞങ്ങൾ കുറച്ച് നേരമൊക്കെ ഇരുന്ന് സംസാരിച്ചു. അത് കഴിഞ്ഞ് ഇച്ചു നേരെ ഒരു മീറ്റിങ്ങിന് പോയി. 5 മണിക്കാണ് കേട്ടോ ദിവാലി ഫംഗ്ഷൻ. ഇച്ചുവിൻ്റെ മീറ്റിംഗ് കഴിഞ്ഞാൽ ഞങ്ങൾ നേരെ 9th ഫ്ലോറിലോട്ട് പോകാമെന്ന് പ്ലാൻ ഇട്ടു. അങ്ങനെ ഞങ്ങൾ ഓഫീസിൽ നിന്ന് ഇറങ്ങിയേക്കാണ്. ഇനി നമ്മളൊരു മീറ്റപ്പിന് പോവാണ്. ഇപ്പോൾ ഇവിടെ ഏകദേശം 6:30 ആയി. നമ്മൾ വന്ന പോലെ തന്നെ ഉണ്ടല്ലേ ഇപ്പോഴും കാണാൻ. ഓക്കെ, നമുക്ക് നടന്നു പോകുന്ന ദൂരമേ ഉള്ളൂ. അപ്പം ഞങ്ങൾ അങ്ങോട്ട് നടക്കുകയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ ദിവസം? അടിപൊളിയായിരുന്നു. അതെ. Where the neon glows, every block tells a tale the whole city knows. Rhythms in the shadows where the cold wind blows. Life's a gamble on these streets, anything goes. Boom bap echoes through the alleys at night. Soulful samples lift the darkness to light. Deep kicks pounds like a heartbeat fight. These gritty vibes keep my story in sight. ഓഫീസിൽ നിന്ന് നേരെ ഞങ്ങൾ ഇറങ്ങി മീറ്റപ്പിനാണ് കേട്ടോ വന്നത്. സോ ഇവിടെയായിരുന്നു മീറ്റപ്പ് നടന്നത്. സോ മീറ്റപ്പൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറച്ചധികം ലേറ്റായിട്ടാണ് വീട്ടിലെത്തിയത്. അങ്ങനെ ഞങ്ങൾ തിരിച്ചു വന്നിരിക്കുകയാണ്. ഇനി നല്ല ടയർഡായി. സോ ഇനി പോയി ഫ്രഷൊക്കെ ആയി കിടന്നുറങ്ങണം. അപ്പോൾ എല്ലാവർക്കും ഒരു ഗുഡ് നൈറ്റ് പറഞ്ഞിട്ട് പോവും. ബൈ, ഗുഡ് നൈറ്റ്, സീ യു. Like the video and subscribe, hit the bell icon.